ഹായ് ഗൈസ്, അങ്ങനെ മാളവികയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അബി ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്യാണ്. സംഭവം മാളവികയെ വളയ്ക്കാനാണെന്നുണ്ടെങ്കിലും വളയുന്നത് അബിയാണ് കേട്ടോ. ആദർശും മാളവികയും അബിക്കിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാണ്. അബി കുടിക്കാൻ വെച്ച ജ്യൂസിലെ ആദർശിന്റെ നിർദ്ദേശപ്രകാരം മാളവിക അതിൽ മദ്യം ചേർക്കാൻ കേട്ടോ. ആ സമയത്ത് അബി വാഷ്റൂമിലാണ്. നല്ല ഒന്നാന്തരം മദ്യം ആയതുകൊണ്ട് തന്നെ ഉള്ളിലിരിക്കുന്നതൊക്കെ പുറത്തു വരും. അങ്ങനെ അബിയുടെ ഉള്ളറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇവരിങ്ങനെ ഒരു പണി അബിക്ക് കൊടുക്കുന്നത്. എന്നാ പൊട്ടൻ അബിയാണെന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. മാളവികയെ റൂം വരെ കൊണ്ട് എത്തിക്കുന്നുണ്ട് അബി. എന്നാൽ ആ റൂമിൽ ആദർശം മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അബി മദ്യലഹരിയിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ആദർശ് അതെല്ലാം ഫോണിൽ ഷൂട്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് അബി എടുത്തു വെച്ച് പറയുന്നുണ്ട് അച്ഛനെ കുറിച്ചും AN ജ്വല്ലറിയെ കുറിച്ചൊക്കെ. AN ജ്വല്ലറി എന്റെ സ്വന്തം, എന്റെ അച്ഛൻ്റെത് എന്നൊക്കെ സത്യങ്ങൾ പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയാനിട്ടോ. അങ്ങനെ അതെല്ലാം ആദർശ് ഫോണിൽ പകർത്തുന്നുണ്ട്. ഓക്കെ, ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് മാളവികയെയും നാഗേന്ദ്രനെയും ഡേവിഡ് ജോർജിനെയാണ്. എടോ ഡേവിഡേ, താനും കൂടെ ഇല്ലായിരുന്നടോ. എന്നിട്ടല്ലേ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ചതി പറ്റിയത്. സാറേ, ഞാൻ എന്ത് ചെയ്യാനാ? ആ പയ്യൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തിയില്ലേ. നമ്മൾ ഒരിക്കലും ആ ആനി പറഞ്ഞത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അത് അബിസാറോട് സൂചിപ്പിച്ചതാ. ആ സമയത്ത് അബിസാറാ പറയുന്നത് ആനി വരുന്നില്ലെങ്കിൽ പിന്നെ കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ടാന്ന്. നിർത്തരോ. എന്നിട്ടിപ്പോൾ എന്തായി? ഡീല് കിട്ടിയോ? ഇല്ല. വലിയൊരു ഡീലാ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ നഷ്ടം നികത്തണം. അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്ക്. അച്ഛാ, ഡേവിഡ് അങ്കിൾ പറഞ്ഞല്ലോ ഏട്ടൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഏട്ടനൊരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിനെ. ഏട്ടൻ കയറിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും പതനം തുടങ്ങി അച്ഛാ. ഏയ്, അങ്ങനെയൊന്നും പറയണ്ട. അവനും ഇത് കിട്ടണമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. സാറേ, അത് പോട്ടെ, നമുക്ക് എന്തായാലും അടുത്ത ഡീല് പിടിച്ചെടുക്കാം. ഈ ഒരു ഡീല് കൊണ്ട് മാത്രം അവർ നമ്മളെ മുകളിലേക്ക് എത്തില്ല. എടോ, എന്നാലും അവർ ഒരു പടി മുന്നോട്ട് വെച്ചില്ലേ. ഡേവിഡേ, തന്നോട് ഞാൻ ഇതിന് അബിയുടെ കൂടെ പോവണമെന്ന് പറഞ്ഞത്. താൻ എങ്ങനെയെങ്കിലും ആ ഡീല് പിടിച്ചെടുക്കണമായിരുന്നു. സാറേ, ഒരു മുന്നൊരുക്കില്ലാതെ ഞാൻ എങ്ങനെയാ ഡീല് പിടിക്കുക? അത് മാത്രമല്ല, ഇവിടെ അബിസാറിനായിരുന്നു വോയിസ്. അതിൻ്റെ ഇടയ്ക്ക് കയറി എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? അത് പോട്ടെ, അത് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അടുത്ത ഡീൽ എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ കിട്ടാൻ നോക്കണം. എന്തായാലും നമ്മളെ വീഴാൻ അവൻ കുഴിച്ച കുഴി കൊള്ളാം. ഇത് മിക്കവാറും ആദർശിന്റെ ബുദ്ധിയായിരിക്കും. അവൻ തിരിച്ചടിച്ചതാടു ഡേവിഡേ. അതെ സാർ, അതിന് തന്നെയാ സാധ്യത. എടോ ഡേവിഡേ, അബിക്ക് പല കാര്യങ്ങളും അറിയില്ല. തനിക്കിതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ തെറ്റായത് എന്ത് ചെയ്താലും താൻ അതിനെ എതിർക്കണം. പക്ഷെ സാറേ, അവൻ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കണം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ തനിക്ക് തന്നിട്ടില്ലേ. പിന്നെന്താ താൻ അതൊന്നും പ്രയോജനപ്പെടുത്താത്തത്? സാറേ, ഞാൻ എങ്ങനെയാ സാറിൻ്റെ മകനോട് എൻ്റെ മകനാണെന്നുള്ള ധാരണ മനസ്സിൽ നിർത്തി കളാ. എന്നിട്ട് അവനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ കമ്പനി മുന്നോട്ടെത്തിക്കാനുള്ള പ്രാപ്തനാക്കണം അവനെ. ഇപ്പം എൻ്റെ മകനൊരു തെറ്റുപറ്റി, പക്ഷെ ഇനി അതുണ്ടാവില്ല. അത് ഈ നാഗേന്ദ്രൻ്റെ വാക്കാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ അബി അകത്തോട്ട് വരുന്നത്. അച്ഛാ. മോനെ. അച്ഛാ, അച്ഛൻ എന്നോട് വിരോധമുണ്ടോ? എനിക്കെന്തിനു വിരോധം? അല്ല, അച്ഛന് ഡീല് നഷ്ടപ്പെട്ടതിൻ്റെ വിരോധം കാണില്ലേ? അതാലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് വിരോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടല്ലേ അവർ മുന്നിലോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പരാജയം തോന്നുന്നില്ല. എന്നാൽ ഇനിയുള്ള ഡീലുകൾ ഉറപ്പിക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം പോവാൻ. ഡീലുകൾ ഉറപ്പിക്കാൻ എന്തൊക്കെ തയ്യാറാക്കണോ ആ തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. എന്നിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇനി അങ്ങനെ ആയിരിക്കും വെച്ചാ. ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പിഴവ് ഇനി ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഉണ്ടാവില്ലെന്നല്ല, ഉണ്ടാവരുത്. ശരി അച്ഛാ. അല്ല, ഡേവിഡ് നിന്നോട് പറഞ്ഞിരുന്നത്രേ ഇതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന്. പക്ഷെ നീ അത് കേൾക്കാതെ ഒരു മുൻകരുതലും എടുക്കാതെയാ ഇന്ന് അവിടെ ചെന്നത് അല്ലേ? കിളവനെല്ലാം പറഞ്ഞല്ലേ. ഇയാളെ എങ്ങനെയെങ്കിലും എൻ്റെ കമ്പനിയുടെ തലപ്പത്ത് നിന്ന് തട്ടണം. മോനെ, അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. അച്ഛാ, എനിക്ക് മുകളിൽ എന്നെ നിയന്ത്രിക്കാൻ എന്തിനാ ഒരാളെ നിർത്തുന്നത്? അതെന്താ, നിനക്ക് മുകളിൽ ഒരാളുണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? ഉണ്ടാവുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ എല്ലാ കാര്യത്തിനും എൻ്റെ വാക്കുകൾ എടുക്കാതെ അയാളുടെ വാക്ക് മാത്രം എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അവിടെ എനിക്കും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള ചോയ്സ് ഇല്ലേ? അതില്ലാതിരിക്കും മോനെ. പക്ഷേ ഡേവിഡ് സാർ നീ ഒരിക്കലും വേറൊരു സ്ഥാനത്ത് കാണരുത്. അദ്ദേഹത്തെ എൻ്റെ സ്ഥാനത്ത് വേണം കാണാൻ. ഇത് കേട്ടപ്പോൾ മാളവിക പറയുന്നുണ്ട്. അച്ഛാ, ഏട്ടൻ്റെ തനി സ്വരൂപം പുറത്തു വന്ന് തുടങ്ങി. ഇപ്പം കണ്ടില്ലേ, ഡേവിഡ് അങ്കിളിനെ പോലും തട്ടാനാ ഏട്ടൻ്റെ ഭാവം. അതങ്ങനെ നിൻ്റെ ഏട്ടൻ പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. കാരണം എൻ്റെ ഒരു ആപത്ത് ഘട്ടത്തിൽ കൂടെ നിന്നിരുന്ന ആളാ ഇയാളെ ഞാൻ പുറത്താക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സാറേ, ഞാനൊരു ഭാരമായി കുട്ടികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയേക്കാം. എടോ, താൻ അങ്ങനെയൊന്നും പറയാതെ. അബി ഇങ്ങനെ തന്നെയാ. അബിയെ നേരായ വഴിയിലൂടെ കൊണ്ടുവരേണ്ടത് താനാണ്.
എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ സ്ഥാനത്ത് നിന്ന് താൻ വേണം അബിക്ക് ചെയ്തു കൊടുക്കാൻ. അബി ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഇനി ഒരിക്കലും ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഒരു കാര്യം, ഇദ്ദേഹം എന്ത് ചെയ്യാൻ പറയുന്നു അതൊക്കെ ശരിയായിരിക്കും. അതുപോലെ തന്നെ വേണം നീ ഓരോ കാര്യം ചെയ്യാൻ. ഈ കിളവനെ കണ്ട് വേണം ഞാൻ പഠിക്കാൻ. ഒന്നുമല്ലാത്ത ഇയാളെ MD പൊസിഷനിൽ ഇരുത്തിയ അച്ഛനെ വേണം പറയാൻ. എന്താ അബി, നീ ഒന്നും പറയുന്നില്ലല്ലോ? അത് പിന്നെ അച്ഛാ, ഡേവിഡ് അങ്കിളിനെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്തോളാം. പിന്നെ അവധിയെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഡേവിഡ് അങ്കിൾ നിനക്ക് അങ്കിളാണല്ലോ, അപ്പം പിന്നെ എനിക്കും അങ്കിളാണ്. നീയേ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഓ ശരിയേട്ടാ. ആ സമയത്താണ് അബിയുടെ ഫോണിലോട്ട് മാളവികയുടെ മെസ്സേജ് വരുന്നത്. അതായത് അബി അയച്ച മെസ്സേജിന് റിപ്ലൈ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതെ, ഞാനിപ്പോൾ ഫ്രീ ആണെന്നുള്ള റിപ്ലൈ ആണ് വന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ അബിയുടെ മുഖത്തൊരു സന്തോഷം കേട്ടോ. പെട്ടെന്ന് അബി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ മോനെ? അത് പിന്നെ എനിക്ക് അർജൻറ്റായിട്ട് ഒരാളെ കാണാനാ. അയ്യോ, ഞാനാണെങ്കിൽ നമുക്കൊരുമിച്ച് ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛാ തൽക്കാലം ഞാൻ ലഞ്ചിനില്ല, എനിക്കിപ്പോൾ പോയേ പറ്റൂ. അത്രയ്ക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാണോ? അതെ അച്ഛാ, അത്രയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാ. ശരി, എന്നാ പിന്നെ പൊയ്ക്കോ. ശരി അച്ഛാ. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ അബി. ഇത് കണ്ടപാടെ അവന്തിക പറയുന്നുണ്ട്, അച്ഛാ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളാരാണെന്ന് അച്ഛന് മനസ്സിലായോ? ഇല്ല, ആരാ? ഇപ്പം ഏത് സമയത്തും ഒരു പെണ്ണിന് പിന്നാലെയാ. പെണ്ണോ? ഏത് പെണ്ണ്? ഞാനറിയാതെ അവൻ്റെ മനസ്സിലൊരു പെണ്ണോ? അച്ഛാ, ഏട്ടൻ്റെ മനസ്സിൽ എത്ര പെണ്ണുണ്ടെന്ന് നമുക്ക് പോലും ചൊഴി നോക്കാൻ പറ്റില്ല. അത് ശരി, അവൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ഉറപ്പാക്കണ്ടേ? നിലവിലിപ്പോൾ ഏട്ടനെ 2 പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുള്ളത്. അവരെന്ത് ചെയ്യാനാ? അവരെന്തെങ്കിലും ചെയ്താലല്ലേ ഏട്ടന് ഇനി ഒരു പെണ്ണിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുക. ഇതുവരെ ഏട്ടൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അച്ഛാ. പണവും പ്രശസ്തിയും ഇല്ലാത്ത വീട്ടിൽ നിന്നാ 2 എണ്ണവും. ആ അനഘയുടെയും നവ്യയുടെയും ബാക്ക്ഗ്രൗണ്ടൊന്നും ഒട്ടും നല്ലതല്ല. അനഘയെങ്കിലും പണക്കാരിയായിരുന്നെങ്കിൽ അവളെ വിവാഹം കഴിക്കായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അതാണോ? 2 പേരും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൾമാർ. ഒരുത്തി അസുഖമായിട്ട് ബെഡിൽ കിടക്കുന്നു, മറ്റൊരുത്തി കഥ അറിയാതെ കൂത്താട്ട് ആടുക അച്ഛാ. കിടക്കുന്നവൾ കിടക്കട്ടെ, ആടുന്നവൾ ആടട്ടെ മോളെ. പക്ഷെ നമ്മുടെ മോൻക്ക് എന്താ നഷ്ടം? അവൾ മാറി എന്നായാലും എൻ്റെ മോൻ ഒഴിവാക്കിയിരിക്കും. അവൻ വിചാരിക്കുന്ന ലൈഫ് അവന് കിട്ടുകയും ചെയ്യും. അല്ല മോളെ, ഇപ്പം അവൻ ആരുടെ പിന്നാലെയാ? അത് പറഞ്ഞില്ലല്ലോ. അച്ഛാ, ആ പെൺകുട്ടി വേറെ എവിടെയുള്ളതല്ല, നമ്മുടെ ജ്വല്ലറിയിൽ ഉള്ളതാ. ജ്വല്ലറിയിലോ? ജ്വല്ലറിയിൽ ആരാ? അച്ഛാ, അത് വേറെ ആരുമല്ല, മാളവികയാ. മാളവികയോ? അതെ അച്ഛാ, മാളവികയുടെ പിന്നാലെ ഇപ്പം ഏട്ടൻ. അത് ശരി, അവൻ വല വിരിച്ചിരിക്കുന്നത് നമ്മളെ ഡിസൈനറെ തന്നെയാണല്ലേ. അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ മോളെ? എനിക്കറിഞ്ഞൂടാ, അച്ഛൻ തന്നെ ആലോചിച്ച് നോക്ക്. എന്തായാലും മോളുടെ ഒരു നോട്ടം അവനിൽ തന്നെ ഉണ്ടായിരിക്കണം. ഡേവിടെ, പ്രത്യേകിച്ച് നിന്നോട്. ഞാൻ നോക്കുന്നുണ്ട് സാറേ. മാളവിക അത്ര പെട്ടെന്ന് വളയുന്ന ആളൊന്നുമല്ല. പിന്നെ സാറിൻ്റെ മോൻ്റെ മുന്നിൽ പെട്ടെന്ന് വളയോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ വളഞ്ഞില്ലെങ്കിൽ വളച്ചെടുക്കടോ ഡേവിടെ. അങ്ങനെ അതും പറഞ്ഞ് അവർ തമാശിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയാണ് കേട്ടോ. മാളവിക ആദർശിൻ്റെയും നയനയുടെയും വീട്ടിലുണ്ട്. സർ, അബി എന്നെ ഡിന്നറിന് വിളിച്ചേക്കുവാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? പോവണോ? പോവണം. അങ്ങനെ പോയാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. അപ്പം നയന ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തറിയാൻ പറ്റുമെന്ന്? അവനെങ്ങനെ സത്യം തുറന്നു പറയോ മാളവികയോട്? അവൻ അങ്ങനെ ബോധത്തിലാണെങ്കിൽ പറയില്ല. പക്ഷേ അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? അതൊക്കെ ഞാൻ പറയാം. അവൻ വിളിക്കുന്നത് ഏതെങ്കിലും ഹോട്ടലിലേക്കായിരിക്കും. പിന്നീട് അവൻ്റെ പ്ലാന് ആ ഹോട്ടലിൽ നിന്ന് നേരെ ഹോട്ടൽ റൂമിലേക്ക്. അവിടെ വെച്ച് അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യും. അതാണ് സാധ്യത ഞാൻ കാണുന്നത്. പക്ഷേ സർ, നിലവിലൊരു ഭാര്യയും കുഞ്ഞുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുമോ? അപ്പം പിന്നെ പെട്ടെന്ന് എന്നോട് പ്രണയം തുറന്നു പറയോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവൻ മിക്ക പെൺകുട്ടികളെയും വീഴ്ത്തുന്നത് പണം വെച്ചിട്ടാ. ചിലപ്പോൾ പണം എറിഞ്ഞ് നിന്നെയും വീഴ്ത്താൻ സാധ്യതയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാറേ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് തന്നെ പറ. നീ എന്തായാലും അവൻ വിളിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലണം. നിന്റെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. സാറോ? ഞാനും ഉണ്ടായിരിക്കും. അവിടെ വെച്ച് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അതുപോലെ ചെയ്താൽ മതി. ശരി സാറേ. ഡിന്നറല്ലേ അവനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ വേഷം മാറി അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ശരി സാറേ, നീ ലൊക്കേഷനൊക്കെ എനിക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പം നയന പറയുന്നത് കേട്ടോ. ആദർശേട്ടാ. എന്താ നയനെ? അല്ല, അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്? അതിന് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വർക്കൗട്ടാവോ ഇല്ലേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, എന്താ ഐഡിയ എന്ന് പറഞ്ഞില്ല? അത് വേറൊന്നുമല്ല, അവൻ കുടിക്കുന്ന ജ്യൂസിൽ എങ്ങനെയെങ്കിലും മദ്യം കലർത്തണം. അവൻ കുടിക്കുന്ന എന്തിലെങ്കിലും ഒന്നിൽ. അയ്യോ, മദ്യമോ? അതൊന്നും വേണ്ട ആദർശേട്ടാ. മദ്യം കലർത്തണം. അവൻ്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ പുറത്തോട്ട് വരണം. അവന് ചിലപ്പോൾ എന്തെങ്കിലും ജ്വല്ലറിയെക്കുറിച്ച് അറിയാമെങ്കിലോ? അത് നമുക്കും കൂടി അറിയാൻ പ്രയോജനമാവില്ലേ? അവനെന്തായാലും പാർട്ടി എന്നൊക്കെ പറഞ്ഞ് മദ്യം കുടിക്കാതിരിക്കില്ല.
തൽക്കാലം ആ മദ്യത്തിന് പകരം ഞാൻ തരുന്ന മദ്യം അവന് കൊടുത്താൽ മതി. അതൊക്കെ ചെയ്യാൻ ഞാൻ മാളവിക ഏൽപ്പിക്കാം. അവനെ എങ്ങനെയെങ്കിലും ആദ്യം വാഷ്റൂമിലേക്ക് എത്തിക്കണം. പിന്നീട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവൻ്റെ ഫോണിൻ്റെ ലോക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നീ മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം അവനെ നമുക്ക് എങ്ങനെയെങ്കിലും മയക്കിക്കെടുത്താം. അവൻ്റെ ഫോണിലുള്ള എല്ലാ സകല സംഗതികളും നമുക്ക് കണ്ടെത്തണം. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അവനിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കില്ല മാളവികയെ. ശരി സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാർ അപ്പം എന്നോട് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ അതുപോലെ ചെയ്തോളാം. ശരി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ. വൈകിട്ടാണ് ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാർ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. ശരി. അങ്ങനെ മാളവിക അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇതൊക്കെ നടക്കുമോ? നടത്തിക്കണം. ഇതാണ് അവസാനത്തെ പിടിവള്ളി. ഇതിലെങ്കിലും പിടിച്ചു തൂങ്ങാൻ പറ്റിയാൽ നമുക്ക് ചിലപ്പോൾ സത്യങ്ങളൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടും നയനെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് നോക്കാലോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അബിയാണ്. അബി മാളവികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാളവിക ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. മാളവിക ആണെങ്കിൽ ജ്വല്ലറിയിലാണ്. ഹലോ മാളവിക. എന്താ സാറേ? നീ ഒന്ന് എൻ്റെ ക്യാബിലോട്ട് വരൂ. എന്താ സാർ? ഒരു കാര്യം പറയാനാ, പിന്നെ ഒരു സംഭവം തരാനുണ്ട്. ശരി സാർ, ഞാൻ അങ്ങോട്ട് വരാം. എന്നാൽ പെട്ടെന്ന് വാ. അങ്ങനെ മാളവികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബിയുടെ മുറിയിലോട്ട് എത്തുകയാണ് കേട്ടോ. സർ. മാളവിക അകത്തോട്ട് വാ. സർ എന്തിനാ വിളിച്ചത്? വിളിച്ച കാര്യമൊക്കെ പറയാം. മാളവിക ഇരിക്കി. ഞാനിവിടെ നിന്നോളൂ സാർ. അത് വേണ്ട, ഇരിക്കി. ദേ മാളവികയ്ക്ക് ഞാൻ എന്താ വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ. ഇതിലെന്താ സർ? ആദ്യം അതൊന്ന് തുറന്നു നോക്ക്. ഒരു ഗോൾഡിൻ്റെ റിങ്ങൊക്കെ ഇട്ട് വെച്ചേക്കുന്ന പോലത്തെ ഒരു പെട്ടിയാണ് കേട്ടോ. അങ്ങനെ പെട്ടി മാളവികയ്ക്ക് കൊടുക്കുമ്പോൾ മാളവിക അത് തുറന്നു നോക്കുന്നുണ്ട്. അയ്യോ സർ, ഇത് ഡയമണ്ട് ആണോ? അതെ, നല്ല ഒന്നാം തരം ഒറിജിനൽ ഡയമണ്ട്. സർ, ഇതിനൊക്കെ ഒരുപാട് കാശായി കാണില്ലേ? കാശായി കാണും. അതിനിപ്പോൾ എന്താ, കാശുള്ളവന് എന്തും വാങ്ങിക്കാലോ. മാളവിക എന്താ ധരിച്ചു വെച്ചേക്കുന്നത്? എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. ഞാനൊരു കോടീശ്വരനാ. മാളവിക എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിനക്ക് വേണ്ടി എനിക്ക് സാധിച്ചു തരാൻ പറ്റുമെന്നുള്ളത് ഉറപ്പുണ്ട്. പിന്നെ ഇത് കുറച്ച് സ്വീറ്റ്സാ. സമയം കിട്ടുമ്പോഴൊക്കെ കഴിക്ക്. സർ, എനിക്കെന്തിനാ സാർ ഇതൊക്കെ വാങ്ങിച്ചിരുന്നത്? നമ്മുടെ കമ്പനി ഇത്രയും ഉയർച്ചയിലെത്തിച്ചത് നീയല്ലേ? അപ്പം നിനക്ക് വേണ്ടി എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റാണെന്ന് കൂട്ടിയാൽ മതി. എന്നാലും സാർ, ഇത്രയും വലിയ ഗിഫ്റ്റൊന്നും വേണ്ടിയിരുന്നില്ല. അങ്ങനെയൊന്നും പറയരുത്. അത് കയ്യിൽ വെക്ക്. പിന്നെ ഈ സ്വീറ്റ്സ് ആർക്കും കൊടുക്കണ്ട കേട്ടോ. അത് ആർക്കും കൊടുക്കാതെ തന്നെ കഴിക്കണം. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഭാര്യ മിക്കവാറും ഇങ്ങോട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളോട് ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തതെന്നൊന്നും പറയണ്ട. അവൾ ശരിക്കും പറഞ്ഞാലേ ഒരു ടോക്സിക് ആയ പെണ്ണാ. എപ്പോഴും സംശയമാണ്. അയ്യോ, ടോക്സിക് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. ടോക്സിക് ആണെങ്കിലെന്നോ ഒന്നാന്തര ടോക്സിക് അവള്. ഓരോന്ന് എപ്പോഴും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യന് ഒരു മനസമാധാനം തരത്തില്ല. ഒരു കുഞ്ഞായി പോയില്ലേ, അതുകൊണ്ട് പിടിച്ചു നിൽക്കുക. ഇല്ലെങ്കിൽ അവൾ എന്നേ വെളിയിൽ കളഞ്ഞേനെ ഞാൻ. സാർ എപ്പോഴും യങ്ങാണ് കേട്ടോ. സാറിന് ഇനി ഒന്ന് കെട്ടിയെന്ന് കരുതിയ ഒരു കുഴപ്പമില്ല. സാറിനാർക്കും പ്രായം തോന്നിക്കില്ല. ആണോ? മാളവികയ്ക്ക് എന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയോ? പ്രായം തോന്നിക്കുന്നില്ലേ? അധികം പ്രായമൊന്നും തോന്നിക്കുന്നില്ല. ഒരു 10-27 വയസ്സിനുള്ളിൽ അത്രയ്ക്കൊക്കെ തോന്നിക്കുന്നുള്ളൂ. അയ്യോ, എന്നെ കണ്ടിട്ടോ? അതേന്നേ. സത്യം പറഞ്ഞാൽ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ? സാറിനെ കിട്ടാൻ ഏതൊരു പെണ്ണും കൊതിച്ചു പോവും. പ്രത്യേകിച്ചൊരു കോടീശ്വരനല്ലേ. എൻ്റെ മാളവികയെ എങ്ങനെ എന്നെ പറഞ്ഞ് പുകഴ്ത്തല്ലേ. അല്ല, ഇന്ന് ഡിന്നറിന് വരുന്ന വിവരം എന്തായാലും എൻ്റെ ഭാര്യ അറിയണ്ട കേട്ടോ. അത് ഞാൻ പറയില്ല സാർ. നമുക്കെന്തായാലും ഡിന്നർ അടിച്ച് പൊളിക്കാം. ഇന്ന് വൈകുന്നേരം അവിടെ വെച്ച് കാണാം. ശരി, എന്നാൽ പിന്നെ ശരി സാർ, ഞാൻ പോട്ടെ. ശരി. അങ്ങനെ മാളവിക അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കാത്ത പോലെ തന്നെ അവൾ എൻ്റെ കുപ്പിയിൽ വളയുന്നാ തോന്നുന്നത്. അവൾക്ക് പണം തന്നെയാണ് വേണ്ടത്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ. എന്തായാലും എൻ്റെ കാര്യം കഴിഞ്ഞാൽ പോരെ. ഞാൻ അവളിൽ ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ എനിക്ക് കിട്ടുകയും വേണം. ഹിയാബി കിട്ടിക്കും. ഇല്ലെങ്കിൽ എൻ്റെ വലയിൽ നിന്നെ വീഴ്ത്തും ഞാൻ. ഇന്നെന്തായാലും ഡിന്നർ മാത്രമാക്കണ്ട. ഡിന്നറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു റൂമും കൂടി അങ്ങ് ബുക്ക് ചെയ്യാം. ചിലപ്പോൾ അവൾ ചില്ലായി കഴിഞ്ഞാൽ മൈൻഡൊക്കെ മാറിയാലോ. എന്തായാലും ഇന്ന് നവ്യയെ വിളിച്ചിട്ടേ വരുന്നില്ലെന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് അബി നേരെ നവ്യയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ. നവ്യ, ഫുഡ് കഴിച്ചോ? കഴിച്ചു. നമ്മുടെ കുഞ്ഞെന്താക്കുന്നു? അവൻ ഉറങ്ങുവാ? ഉറങ്ങായിരുന്നു. ഞാനൊന്ന് കാണാൻ വീഡിയോ കോൾ വിളിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഇപ്പം ഏത് സമയത്തും വീട്ടിലായിരുന്നല്ലോ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഓഫീസിൽ നിന്നപ്പോൾ നിന്നെയും കുഞ്ഞിനെയും വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ. അതിനെന്താ, ഇങ്ങോട്ട് പോര്, അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കേ. അയ്യോ, ഡേവിഡ് സാർ വരുന്നുണ്ട്. വീഡിയോ കോൾ ഞാൻ വിളിക്കാം. പിന്നെ നിന്നോട് ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇന്നെനിക്ക് വൈകിട്ടേ ഒരു മീറ്റിംഗ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് മീറ്റിംഗ്.
മിക്കവാറും നാളെ മോർണിംഗിന് എത്താൻ സാധ്യതയുള്ളൂ. ആ, നാളെ മോർണിംഗിനോ? അതെന്താ? അങ്ങനെ എന്ത് മീറ്റിങ്ങാ? നീ വേണമെങ്കിൽ ഡേവിഡ് സാറിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. അദ്ദേഹം എന്നോട് ആ മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞത്. ഷോ, അപ്പോൾ ഇന്ന് വരില്ലേ? ഇല്ല. ആ, ഡേവിഡ് സാർ വരുന്നുണ്ട്. ഞാൻ എന്തായാലും അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ശരി. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഡേവിഡ് അകത്തോട്ട് കയറി വരുന്നത്. ആ അങ്കിളെ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. എന്തുപറ്റി മോനെ? എന്തിനാ അങ്ങോട്ട് വരുന്നത്? ആ അങ്കിളെ ചിലപ്പോൾ നവ്യ വിളിക്കാൻ മതിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്കിൾ നവ്യയോട് പറയണം, എനിക്കിന്ന് രാത്രി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ചിലപ്പോൾ നാളെ രാവിലെ എത്തത്തോളെന്നും പറയണം. അല്ല, നമുക്കങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലല്ലോ. ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മതി അങ്കിള്. ഓ ശരി മോനെ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. നവ്യ വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. ശരി സാറേ. ആ മോനെ, ഞാൻ വന്നത്, അയ്യോ അങ്കിളെ, എനിക്കത് കേട്ട് നിൽക്കാൻ സമയമില്ല. എനിക്ക് പോയിട്ടേ ഒരല്പം തിരക്കുണ്ട്. എന്താ മോനെ ഇത്ര വലിയ തിരക്ക്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അങ്കിള് തൽക്കാലം ഇതൊന്ന് ഹാൻഡിൽ ചെയ്യേ. എനിക്ക് പൊട്ടു സമയമില്ല അങ്കിള് പറയുന്നതൊന്നും കേൾക്കാൻ. ഞാൻ വന്നിട്ട് എന്തായാലും കേൾക്കാം. നാളെ രാവിലെ തന്നെ എത്തും. ഇതും പറഞ്ഞുകൊണ്ട് അബി ഒരു മാനേഴ്സും ഇല്ലാതെ അവിടെ നിന്ന് ബാഗും തൂക്കി പോവാണ് കേട്ടോ. ആ സമയത്ത് ഡേവിഡ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ അബി മിക്കവാറും ജ്വല്ലറി പൂട്ടിക്കുമെന്നാണ് തോന്നുന്നത്. ഇവൻ സത്യങ്ങളൊന്നും അറിയേണ്ടിയില്ലായിരുന്നു. സാറിന് എന്തായാലും വമ്പൻ നഷ്ടമാണ് മുന്നിൽ കാണുന്നത് ഞാൻ. ഇനി എന്തൊക്കെ ഉണ്ടാവോ ആവോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അബി മാളവികയെ കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അതായത് അനന്തപുരിയിലാണ്. നല്ല അടിപൊളിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അബി, എന്താ നവ്യേ? അല്ല, ഇങ്ങനെ കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ടാണോ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്? അത് പിന്നെ നവ്യേ, നമുക്ക് അറിയാവുന്ന ചില ആളുകളാണ് നമ്മുടെ ക്ലയൻ്റായിട്ട് വരുന്നത്. അവരുടെ മുന്നിൽ അത്തരം ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞത്. ഇത് പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സാ. അവരാദ്യം മൂർത്തീസ് ജ്വല്ലറിക്കായിരുന്നു ഓർഡർ കൊടുത്തോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഷെയർ മൂർത്തീസ് ജ്വല്ലറിയിലായിരുന്നു. ഇപ്പം ഞാൻ അവരുടെ ഷെയർ ജ്വല്ലറിയിലേക്കാക്കി. നമുക്ക് നേട്ടം കിട്ടുന്നോടത്തല്ലേ നേട്ടം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അത് ശരിയാ. എന്നാലും ക്യാഷ് ലുക്ക് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ മതി. പ്രത്യേകിച്ച് ഡേവിഡ് സാറേ എന്നോട് ഈ വേഷത്തിൽ വരാനാ പറഞ്ഞത്. അബി, നിനക്കറിയാലോ, ഒന്നാമതേ നിന്റെ ഒരു ഡീല് നഷ്ടപ്പെട്ടിരിക്കുക. അത് നിന്റെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാ. അനി വരുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അത് ആലോചിക്കണമായിരുന്നു അവൻ വരുമെന്ന്. എല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണമായിരുന്നു നീ ഈ ഡീല് ഉറപ്പിക്കാൻ പോവാൻ. അവിടെ നിന്റെ ഭാഗത്ത് വന്ന് മിസ്റ്റേക്കാ. നവ്യ, ഇനി അത് പറഞ്ഞ് എന്നെ തളർത്തല്ലേ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുന്നോടി എന്ന നിലക്ക് ഇന്ന് 1-2 ക്ലയൻസിനെ ജ്വല്ലറിയിലേക്ക് ചേർക്കണം. അതിനുവേണ്ടി ഇപ്പം ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെ ഫ്രണ്ട്സാണെന്ന്. അതുകൊണ്ട് ക്യാഷ്വൽ ലുക്കൊക്കെ മതി. ശരി. അപ്പം ഇന്ന് വരില്ലല്ലേ? ഉറപ്പൊന്നും പറയാനായിട്ടില്ല. ഇന്ന് വരില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയാം. ശരിയെന്നാ. ഓക്കെ. അങ്ങനെ അബി നവ്യയോട് കള്ളം പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ആ സമയത്ത് നവ്യ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, നീ ഇപ്പം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് നല്ല ധാരണ ഉണ്ടടാ. ഏതെങ്കിലും പെണ്ണിനെ വലയുവീഴ്ത്തി കാണും. മിക്കവാറും അത് മാളവിക ആവാനും സാധ്യതയുണ്ട്. എന്തായാലും മാളവിക ഞാൻ കുഴി ചാടിക്കില്ല. അതുകൊണ്ട് നിന്റെ പിന്നാലെ തന്നെ ഞാനുണ്ടടാ, നിന്നെ ഫോളോ ചെയ്തുകൊണ്ട്. ഒരിക്കലും അവന്തികയുടെ ജീവിതം കൂടി എൻ്റെയും അനഘയുടെയും പോലെ കുട്ടിച്ചോറാവരുത്. ഓരോ പെൺപിള്ളാരുടെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുക. ഇനി മേല ഒരു പെണ്ണിൻ്റെ ജീവിതം നശിക്കാൻ ഈ നവ്യ സമ്മതിക്കത്തില്ല. അതിൻ്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം. ആ സമയത്താണ് നവ്യയുടെ കൂട്ടുകാരി നവ്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പം നവ്യ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ. നവ്യ, പറയും നവിതേ. അല്ല, എന്തായി? അബി വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? അവൻ ഇറങ്ങി. എന്നാൽ പിന്നെ നമുക്കവനെ ഫോളോ ചെയ്യണ്ടേ? ചെയ്യണം. എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ? നീ പെട്ടെന്ന് തന്നെ പോര്, ഞാൻ ഇറങ്ങി നിൽക്കാം. ശരി നവ്യേ. ഇതും പറഞ്ഞുകൊണ്ട് നമിത ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാറെടുത്ത് നമിത നവ്യയെ കൂട്ടാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ്. നവ്യ ആണെങ്കിൽ അനന്തപുരിയുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമിതയുടെ കാർ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അതിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ ജലജ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ജലജയ്ക്ക് ഒന്നും പിടികിട്ടത്തില്ലല്ലോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ അബി വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ അബി അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബൊക്കെയൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ ആളുകളെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. സർ, വെൽക്കം സർ. എടോ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ? ഇല്ല സർ. സാറ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുഴുവനായിട്ട് സാറിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മാഡത്തിന് വേണ്ടി ഇവിടെ സ്പെഷ്യലായിട്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഗുഡ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കിയിട്ടില്ലേ? അതൊക്കെ ഒരുക്കിയിട്ടുണ്ട് സർ. മാഡം കൂടി വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അകത്തോട്ട് കിടക്കായിരുന്നു. മാഡം എന്തായാലും ഇപ്പം തന്നെ വരും. വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് കടന്നോളാം. ശരി സാർ. സർ, ഇതാണ് മാഡത്തിന് കൊടുക്കാനുള്ള ബൊക്കെ. ഇത് സാറിൻ്റെ കൈക്കൂട്ടത്തിന് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ.
ഉം, ശരി, ഇത് ഞാൻ തന്നെ കൊടുത്തോളാം. അങ്ങനെ അതും പറഞ്ഞ് അബി അത് വാങ്ങിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ പിന്നാലെ തന്നെയാണ് നവ്യ അങ്ങോട്ട് എത്തുന്നത്. നവ്യ എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. നബിതേ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അവനെ തേടി ഏത് പെണ്ണാണ് വരുന്നതെന്ന് അറിയണം. അതിനു മുമ്പ് നീ അതിനകത്തേക്കൊന്ന് ചെന്ന് നോക്ക്. അവിടെ എന്താ വിവരങ്ങളെന്നൊക്കെ ഒന്ന് അറിയാൻ. ഇനിയൊരു പക്ഷേ ഇവൻ വരുന്നതിന് മുമ്പ് ഇവൻ വലയെ വീഴ്ത്താൻ വിചാരിച്ച പെൺകുട്ടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിലോ? ആ, അത് നവ്യ പറഞ്ഞത് ശരിയാ. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാം. ശരി. അങ്ങനെ നമിത കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോട്ടലിലോട്ട് കയറി ചെല്ലാൻ കേട്ടോ. നമിത വരുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നുണ്ട്, ദേ ഇതാണ് സാറിൻ്റെ മേഡെന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് കേട്ടോ, നീ ഒരു കാര്യം ചെയ്യ്, സാറിനോട് ആ ബൊക്കെ എടുത്ത് അകത്തോട്ട് നിൽക്കാൻ പറ. മാഡം ഇപ്പം അകത്തോട്ട് വരുമല്ലോ. ശരി, ഞാനെന്നാ ചെന്ന് പറയട്ടെ സാറിനോട്. ഇതും പറഞ്ഞൊരു സ്റ്റാഫ് നേരെ പോകുന്നുണ്ട് കേട്ടോ അബിയുടെ അടുത്തോട്ട്. സർ, എന്താടോ? സർ, മാഡം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആണോ? ഒരു മിനിറ്റ്. ഇതും പറഞ്ഞ് ബൊക്കെയായിട്ട് ആ പെണ്ണിന് നേരെ നടക്കാനിട്ടു. ആ സമയത്താണ് നമിതയെ കാണിക്കുന്നത്. എടോ, ഇതല്ല ഞാൻ പറഞ്ഞ ആള്. അയ്യോ സർ, സോറി, ഇതാണ് പറഞ്ഞ ആളെന്ന് കരുതി. സോറി സർ, ക്ഷമിക്കണം. എടോ, താൻ ഈ ഹോട്ടൽ വേറെ ആർക്കെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, സാറിന് മാത്രമാണ്. പിന്നെ അതാരാ വരുന്നത്? അതെനിക്കറിയില്ല സർ, ഒന്ന് ചെന്ന് നോക്കട്ടെ. പെട്ടെന്ന് ഡീൽ ചെയ്ത് അവരെ പറഞ്ഞേക്കാൻ നോക്ക്. ശരി സർ. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ഹലോ, നിങ്ങളാരാ? ഇവിടെ ഇപ്പോൾ ഒരാൾ ബുക്ക് ചെയ്തേക്കുക, അകത്തോട്ട് കയറാൻ പാടില്ല. ആണോ? ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അയ്യോ സോറി മാഡം, ഇവിടെ ഒരാൾ ബുക്ക് ചെയ്തേക്കുക. അവരിവിടെ മുഴുവനായിട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് മറ്റൊരാൾക്ക് ഇങ്ങോട്ട് കയറാൻ പ്രവേശനമില്ല. ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ, സോറി. ഇതും പറഞ്ഞുകൊണ്ട് നമിത നേരെ കാറിലോട്ട് പോവാണ് കേട്ടോ. നവ്യേ, എന്തായി നബിതേ? അവിടെ അബി ഇരിക്കുന്നുണ്ട്. പക്ഷെ അബിയെ കാണാൻ വന്ന പെൺകുട്ടി അവിടെ എത്തിയിട്ടില്ല. ഹോ, ഭാഗ്യം. ഞാനങ്ങോട്ട് കയറി ചെന്നപ്പോഴേ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണെന്ന് കരുതി അവരെന്നെ തൽക്കാലം നൈസായിട്ട് വിട്ടു. അബിയാണ് എല്ലാത്തിനും കാരണം. അബി മൊത്തത്തിൽ അവിടെ ബുക്ക് ചെയ്തിരിക്കുക. എന്തോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്ത പോലെയുണ്ട്. അവൻ്റെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. നഫി, ദേ ആരും അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ ബൈക്കിൽ മാളവിക അവിടെ വന്ന് ഇറങ്ങുന്നത്. നമിതേ, അതാ മാളവികയല്ലേ, ഡിസൈനർ മാളവിക? അതെ. ഛേ, അപ്പം ഇവള് തന്നെ ആയിരുന്നല്ലേ? ഇവളായിരിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവൾ അടുത്തറിഞ്ഞപ്പോൾ ഞാൻ ഇവൾ ഇങ്ങനെ ഒരാളാണെന്ന് കരുതിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അബി എന്ത് വെച്ചും വീഴ്ത്താനുള്ളവരെ വീഴ്ത്തിയിരിക്കും. അല്ല നമിതേ, ഈ പെണ്ണിനെ അവൻ്റെ വലയിൽ ചെന്ന് ചാടില്ലേ? ചാടും. അതിനെ എതിർക്കാനല്ലേ നീ വന്നത്? അതിന് നമുക്ക് അവൻ്റെ ഓരോ നീക്കങ്ങളും നോക്കാം. ആ സമയത്താണ് കേട്ടോ ആദർശ് ഒരു ഭാഗത്ത് കാറ് നിർത്തിയേക്കുന്നത് കാണുന്നത്. അതായത് ആദർശിൻ്റെ അതേ കാറ്. നമിതേ, ഇത് ആദർശേട്ടൻ്റെ കാറല്ലേ? ആണോ? ഇതാണോ ആദർശിൻ്റെ കാറ്? അതെ, ഇത് ആദർശേട്ടൻ്റെ കാറാ. ആദർശേട്ടൻ ഇത് പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ആദർശ് കാറിൽ നിന്ന് ഇറങ്ങി അകത്തോട്ട് പോകുന്ന കേട്ടോ. അത് ആദർശേട്ടനില്ലേ? അതെ, അദ്ദേഹം ദേ ഇവിടെ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഓക്കെ, അങ്ങനെ ആദർശാണെങ്കിൽ അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ ആദർശിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പം ആ ഹോട്ടൽ ഇരിക്കുന്നത്. മാളവികയാണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നടക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അബി ഒരു ബൊക്കെ കൊടുത്തിട്ട് മാളവികയെ വെൽക്കം ചെയ്യുന്നത്. സർ, ഇതെന്തിനാ ഈ ബൊക്കെയൊക്കെ? ഈ ജ്വല്ലറി ഇത്രയും വലിയ തലപ്പത്തെത്തിച്ച അതിമനോഹരമായ ഡിസൈനുകൾ കാണിച്ച് ജനങ്ങളെ ഞെട്ടിച്ച നിനക്ക് ഞാൻ ഒരു വലിയ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോ? അയ്യോ സർ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ. അങ്ങനെ ആവട്ടെ, ഇത് തന്നെ ആയിക്കോട്ടെ മാളവിയുടെ ആദ്യത്തെ തുടക്കം. ഈ ബൊക്കെ വാങ്ങിക്കേ. സർ, ഐ എം സോ ഹാപ്പി. ഇനിയും ഹാപ്പി ആവാൻ പോകുന്നതേ ഉള്ളൂ. അവന്തിക്ക് ഇങ്ങോട്ടിരിക്കേ. അല്ല സർ, ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. അത് വേറൊന്നുമല്ല, ഞാൻ അവന്തിക്ക് മാത്രമായിട്ട് ഈ ഹോട്ടൽ അങ്ങ് ബുക്ക് ചെയ്തു. എനിക്ക് മാത്രമായിട്ടോ? അതേനേ സർ, ഇത്രമാത്രമൊക്കെ എനിക്ക് ചെയ്യാൻ സർ എൻ്റെ ആരാ? ഞാൻ ആരെങ്കിലും ആവണം അവന്തിക്ക്. ഇനി വേണമെങ്കിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സർ എന്താ പറഞ്ഞിട്ട് വരുന്നത്? അത് പിന്നെ ഞാൻ നിന്നോട് പറയാൻ വരുന്നത് എന്തായിരിക്കുന്നു ഇത്രയും കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സാധാരണ ഒരുക്കാറുള്ളത് കപ്പിൾസുകൾ മാത്രമാണ്. അയ്യോ സർ, അപ്പോൾ സർ എന്നെ? അതെ, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാനിതെങ്ങനെ പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. മാളവിക തന്നെ എന്നോടൊരു അടുപ്പം കാണിച്ചപ്പോൾ പിന്നെ എനിക്കത് പറയാൻ എളുപ്പമായി. അയ്യോ സർ, സാറിനൊരു വൈഫും കുട്ടിയൊക്കെ ഉള്ളതല്ലേ? അതിനിപ്പോൾ എന്താ? എന്നെ ഇഷ്ടമാണോ അല്ലയോ എനിക്കത് അറിഞ്ഞാൽ മതി. അതൊന്നും മാളവിക കാര്യമാക്കണ്ട. സർ, അവരുണ്ടാകുമ്പോൾ നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? നീ അത് കാര്യമാക്കണ്ട മാളവികയെ. അവരുടെ കാര്യത്തിൽ ഞാൻ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കും. എനിക്ക് നീ എൻ്റെ കൂടെ ഉണ്ടാവുകയില്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതറിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. അവരുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം കണ്ടുവച്ചിട്ടുണ്ട്.
പിന്നെ അവളുടെ കാര്യം, അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുക. അവളെ എനിക്ക് വേണ്ട. അപ്പോൾ സാറ് മാഡത്തോട് ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവളൊരു ഒന്നാം തരം ടോക്സിക്കാ. അവളുടെ കൂടെ മുന്നോട്ട് പോകാന്നുള്ളത് അത് ഏറ്റവും വലിയ ടാസ്ക്കാ. അപ്പം പിന്നെ സാർ അവരെ ഒഴിവാക്കിയതിനു ശേഷം എന്നെ വിവാഹം കഴിക്കോ? അതെ, നിന്നെ വിവാഹം കഴിക്കും. നിന്നെ ഞാൻ സ്വന്തമാക്കും. സാർ അത് എൻ്റെ മാളവികയെ എപ്പോഴും ഇങ്ങനെ സാറ് സാറെന്ന് വിളിക്കണ്ട, അബിയേട്ടാന്ന് വിളിച്ചാൽ മതി. അബിയേട്ടാന്നോ? എനിക്ക് അങ്ങനെ കേൾക്കുന്നതാണ് ഇഷ്ടം. സാറിനെ സാറെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. അബിയേട്ടാന്ന് വിളിച്ചാൽ മതി, എനിക്കിഷ്ടതാ. ആ സമയത്ത് ആദർശം ഒരു ഭാഗത്ത് നിന്നിട്ട് മാളവിയോട് കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. മാളവിക തിരിച്ചും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ മാളവിക നോക്കുന്നത്? അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഞാൻ അങ്ങോട്ട് നോക്കുമായിരുന്നു. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തതാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല, ഞാൻ പറഞ്ഞതിലൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? അല്ല, എന്നെ എന്താ വിളിക്കാന്ന്? അബിയേട്ടനെന്നാണ് വിളിക്കാൻ ഇഷ്ടമെങ്കിൽ പിന്നെ ഞാൻ അബിയേട്ടെന്ന് വിളിച്ചോളാം. അപ്പം പിന്നെ നമ്മൾ സെറ്റാവുമല്ലേ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതിരിക്കുമോ? സാറിനെ പോലെ ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ സാറിന് കുറവ്? ഇത്രയും പെട്ടെന്ന് മാളവിക സെറ്റാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മളെ ഇടയിൽ നവ്യ ഒരു കരടാവാൻ പാടില്ല. നവ്യ മാത്രമല്ല, നവ്യയുടെ കുഞ്ഞും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അവൾക്ക് എന്തായാലും അവളുടെ കുഞ്ഞിനെ വേണ്ടിയിരിക്കും. പിന്നെ എന്തെങ്കിലും ചിലവ് കൊടുത്താൽ മതി. ആ ചിലവിനുള്ളത് കൊടുത്താൽ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഫുഡാണല്ലോ. അതൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് അറിഞ്ഞ് ഞാൻ ഇവരോട് ഉണ്ടാക്കാൻ പറഞ്ഞതാ. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് അടിപൊളി ഫുഡാ. ഇത് 5 സ്റ്റാർ ഹോട്ടലല്ലേ, ഇവിടുത്തെ ഫുഡിനൊക്കെ ഒരുപാട് പൈസയായി കാണില്ലേ. പിന്നെ അതൊക്കെ മാളവികയുടെ കാര്യത്തിൽ ഞാൻ അങ്ങ് മറക്കും. പൈസ പോകുന്നെങ്കിൽ പോട്ടെ, സ്നേഹബന്ധമല്ല അതിനേക്കാൾ വലുത്. സാറിൻ്റെ ഈ ഒരുക്കങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സാർ. സത്യം പറഞ്ഞാൽ ശരിക്കും സാർ എനിക്ക് സെറ്റാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഐ എം സോ ഹാപ്പി. ഐ എം ലക്കി ഗേൾ. സാറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അല്ല, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ ഗംഭീരം. എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ഒരു റൂമിലോട്ട് ഇരുന്നാലോ? റൂമിലോട്ടോ? അതെന്തിനാ? അത് പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനാ. നവ്യ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ. പിന്നെ മാളവിക ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. മാളവിക ഇപ്പം ആരും പിന്തുടർന്ന് വരാനുമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് രാവിലെ പോയാൽ പോരെ? സാർ, അത് ആരെങ്കിലും അറിഞ്ഞാൽ ഇവിടേക്ക് ആരും വരില്ല. കാരണം ഞാൻ ഈ ഹോട്ടൽ മൊത്തത്തിൽ ബുക്ക് ചെയ്തിരിക്കുക. ആണോ? എന്നാൽ പിന്നെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നാ മാളവിക വാ, നമുക്ക് റൂമിലോട്ടിരിക്കാം. അങ്ങനെ മാളവികയും അബിയും കൂടി മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. മാളവികയ്ക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ മുറിയിലെത്തിയ പാടെ തന്നെ മാളവികയോട് അബി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, റൂം ഇഷ്ടമായോ? പിന്നെ റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? അതെ, അതാണ് കറക്റ്റ്. ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് ബാത്റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ മാളവികയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇവിടുന്ന് കിട്ടും. ഞാൻ പുതിയൊരു ഡ്രസ്സ് വേണമെങ്കിൽ വാങ്ങിപ്പിക്കാം. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനേ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് അബി വാഷ്റൂമിലേക്ക് പോവാണ് കേട്ടോ. ആ സമയത്താണ് പെട്ടെന്ന് പേടിച്ചോണ്ട് മാളവിക ആദർശിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നിലെ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് മാളവികയെ വിളിക്കുന്നുണ്ട് ആദർശ്. മാളവികയെ സർ എന്താ ഇവിടെ? ഞാൻ ഈ കേട്ടിൻ്റെ ബാക്കിലുണ്ട്. അവൻ നിന്നെ വല്ലതും ചെയ്യുമെന്നറിയണമല്ലോ. എനിക്കാകെ പേടിയായിരുന്നു സാർ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം എനിക്കൊരു ധൈര്യമായി. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ ഷൂട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഇപ്പം ജ്യൂസ് കൊണ്ടുതരും. ആ ജ്യൂസിൽ അവർ പറയുന്ന ജ്യൂസ് നീ അബിക്ക് എടുത്തു കൊടുക്കണം. ശരി സാർ. പിന്നെ അബി ഇപ്പം വരും, ഞാൻ ഇതിനകത്ത് തന്നെ ഇരിക്കാം. ശരി. അങ്ങനെ കർട്ടൻ്റെ മറവിൽ തന്നെ ആദർശ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോഴത്തേക്കും അബി മുറിയിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആ ഡ്രിങ്ക്സ് കൊണ്ടു കൊടുക്കുന്ന വ്യക്തി ഒരു ഡ്രിങ്ക്സിൽ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ മാളവികയ്ക്ക് കാര്യം മനസ്സിലാവാണ്. മാളവിക അങ്ങനെ ആ ഡ്രിങ്ക്സ് എടുത്തിട്ട് അബിക്ക് കൊടുക്കുന്നുണ്ട്. അബി, ഇതിവിടെ നിന്ന് തന്നതാ. അയ്യോ, എനിക്കിത് കുടിക്കാൻ ഒട്ടും മൂടില്ല. ഒരു കാര്യം ചെയ്യ്, മാളവിക കുടിച്ചോ. അത് പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും ഇത് കുടിച്ചേ പറ്റൂ. ഇപ്പം ഇത്രയൊക്കെ കഴിച്ചില്ലേ, ഇനിയിപ്പോൾ ഇത് കുടിക്കുന്നതിൽ എന്താ തെറ്റ്? ശരി, മാളവികയുടെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് മുഴുവൻ കുടിക്കുന്നുണ്ട് അബി. ആ സമയത്ത് മാളവിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇന്ന് നിൻ്റെ അവസാനത്തെ ദിവസമാടാ. നിൻ്റെ എല്ലാ കളത്തരങ്ങളും ഞാനും ആദർശ സാറും കൂടി പൊക്കിയിരിക്കും. അത് കുടിച്ചപ്പോൾ തൊട്ട് അബിക്ക് തലയ്ക്ക് എന്തോ പോലെ ആവാണ് കേട്ടോ. മാളവികയെ, നീ ഇവിടെ ഇരിക്കേ.
എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സർ, എൻ്റെ കയ്യിൽ നിന്ന് വിട്. അയ്യോ സോറി, ഇനി നമ്മുടെ കൈയൊക്കെ പിടിക്കാനുള്ളതല്ലേ, പിന്നെ ഇപ്പം എന്താ കുഴപ്പം? സർ, അത് പിന്നീടുള്ള കാര്യമല്ലേ. എന്തോ വയറ് ഫുള്ളായിട്ടാണോന്ന് അറിയില്ല, തലയ്ക്ക് എന്തോ ഒരു കനം പോലെ. മാളവിക വിഷമിക്കേണ്ട കേട്ടോ, മാളവിക ഇവിടെ ഇരുന്നോ. ഇവൻ്റെ തലയ്ക്ക് കിക്ക് കയറി തുടങ്ങി. അപ്പം പിന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇതും പറഞ്ഞുകൊണ്ട് ആദർശിനെ നോക്കുന്നുണ്ട് കേട്ടോ. ആദർശ് അപ്പം കൈ കൊണ്ട് ഇങ്ങനെ ഡെന്ന് കാണിക്കാൻ കേട്ടോ. ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, അഭിസാറേ. ഓ എന്തോ. അല്ല, അഭിസാറും ഏഞ്ചലും തമ്മിൽ എന്താ ബന്ധം? അത് മാളവികക്ക് അറിയില്ലേ? എന്നെ അവിടെ ഡേവിഡ് സാറല്ലേ ജോലിക്കെടുത്തത്. അതല്ല, അതിനുപരി എന്തെങ്കിലും ആത്മബന്ധം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഇല്ലാതിരിക്കുമോ? ജ്വല്ലറി എൻ്റെ സ്വന്തമാണ്, എൻ്റെ അച്ഛൻ്റെ ജ്വല്ലറി, എൻ്റെ സ്വന്തം ജ്വല്ലറി. ഞാൻ കോടീശ്വരനാ. മൂർത്തി ജ്വല്ലറി തന്ന അക്കാപ്പിച്ചൊന്നും എനിക്ക് വേണ്ട. ജ്വല്ലറി എൻ്റെ സ്വന്തമാണ്. അതുപോലെ നീയും എൻ്റെ സ്വന്തം അല്ലേ പൊന്നെ കർലേ. അഭിസാറേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സാറിൻ്റെ അച്ഛൻ്റേതാണോ ജ്വല്ലറി? ദുബായിലുള്ള നാഗരാജൻ സാറിൻ്റെ അച്ഛനാണോ? അതെ, എൻ്റെ അച്ഛൻ തന്നെയാണ് നാഗരാജൻ. അയ്യോ, നാഗരാജനല്ല, നാഗേന്ദ്രൻ. നാഗേന്ദ്രൻ എൻ്റെ സ്വന്തം അച്ഛൻ, എൻ്റെ അമ്മയുടെ ഭർത്താവ്. ഓഹോ, അപ്പം തൻ്റെ അച്ഛനാണല്ലേ ജ്വല്ലറിക്ക് പിന്നിൽ. എന്നാൽ ആദർശ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോൾ അപ്പച്ചിയുടെ ഭർത്താവാണ് ഇതിന് പിന്നിൽ. നാഗേന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര്. എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ പോയിട്ടുണ്ടെങ്കിലും അയാളെ പേര് ഞാൻ മറന്നിട്ടില്ല. പലപ്പോഴും മുത്തശ്ശൻ ആ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടേണ്ടത് കിട്ടി. അയാൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ. അപ്പോഴത്തേക്കും അബിയാകെ ടയേർഡായിട്ട് ബെഡിൽ വീഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് പുറത്തോട്ട് വരുന്നുണ്ട് ആദർശ്. മാളവിയെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അവൻ നാളെ നേരെ വെളുക്കുമ്പോൾ പൊയ്ക്കോളും. പിന്നെ അവനെ നാളെ കാണുമ്പോൾ കാര്യം പറഞ്ഞാൽ മതി, അവൻ അടിച്ച് ഫിറ്റായി കിടന്ന് ഉറങ്ങിയതാണെന്ന്. പിന്നെ ഒന്നും അവന് ഓർമ്മ ഉണ്ടാവില്ല. ശരി. സാറേ, ഇപ്പം കാര്യമൊക്കെ പിടികിട്ടിയല്ലോ? കിട്ടി. നാഗേന്ദ്രൻ, അവൻ്റെ അച്ഛൻ, അയാളാണ് ആ ജ്വല്ലറിക്ക് പിന്നിൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നന്ദുവിനോട് പറഞ്ഞതുപോലെ ചെയ്തോളാം. എനിക്ക് കൈകാലുകളൊക്കെ വിറയ്ക്കുക, അയാളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതിന് സത്യാവസ്ഥ അറിയാൻ മുത്തശ്ശനോട് തന്നെ ചോദിക്കണം. മാളവിക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് പോവാം. ഇതും പറഞ്ഞുകൊണ്ട് മാളവികയും കൂട്ടി ആദർശ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്നതൊക്കെ പുറത്ത് നിന്ന് കാണുന്നുണ്ട് നവ്യയും നമിതയും. നമിത ഇപ്പോൾ പറയുന്നുണ്ട്, ആദർശും ഈ മാളവികയും തമ്മിൽ എന്താ ബന്ധം? ഒന്നും മനസ്സിലാവുന്നില്ല നമിതേ. എനിക്ക് തോന്നുന്നത് ആദർശ് ഏർപ്പെടുത്തിയ ചാരപ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് ഈ മാളവിക എന്നാ. അതുകൊണ്ടായിരിക്കോ ആ അബിയുടെ കളത്രത്തിൽ ഇത്രയും പെട്ടെന്ന് മാളവിക വീണത്? അതെ, ഒരു സംശയവും വേണ്ട. ആദർശേട്ടൻ ജ്വല്ലറിയിൽ ഒരു ഇടനിലക്കാരിയെ വെച്ചതാ. എന്തായാലും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരറിഞ്ഞു തിരിച്ചത്. ബാക്കിയൊക്കെ നമുക്ക് നാളെ കാണാം. ആദർശേട്ടൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അവളെ ഒന്നും ചെയ്യാൻ പറ്റി കാണില്ല. എന്തായാലും അവനെ തകർക്കാനുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. അതിനൊരിക്കലും തടസ്സം സംഭവിക്കരുത്. എന്തായാലും ആദർശേട്ടൻ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതോടെ എനിക്ക് പണി കുറവാണ് നമിതേ. അതെ, എന്തായാലും അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് സംഭവിച്ചാലും അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ലാതെ മാളവികയും കൊണ്ട് ആദർശേട്ടന് പുറത്തോട്ട് വരാൻ എന്തായാലും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. എന്തായാലും സത്യങ്ങളൊക്കെ ആദർശും മാളവികയും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ബാക്കി എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ഗൈസ്.